ഇന്നലെ നമ്മൾ നിർത്തിയോർത്തുനിന്ന് ഇന്ന് തുടങ്ങിയാലോ? റെഡി ആവണ്ടേ നമുക്ക് ബേബി ഷവറിന് പോവാൻ? ഇന്നിടാൻ വേണ്ടി നമുക്ക് ഡ്രസ്സിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ എനിക്കെന്തേ ഈ യെല്ലോ ഗൗൺ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിടാം. പിന്നെ ഇത് നമ്മുടെ ദിവസമല്ലേ, മേക്കപ്പ് ഒന്നും ഒട്ടും കുറയ്ക്കണ്ട. പ്രഗ്നൻസി ടൈമിൽ മേക്കപ്പ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് മെസ്സേജും കമന്റ്സും എനിക്ക് ഒരുപാട് വരാറുണ്ട്. മേക്കപ്പ് മാത്രമല്ല കേട്ടോ, വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല, 2 പേർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം, ചെമ്മീൻ കഴിക്കാൻ പാടില്ല, തിരിഞ്ഞു കിടക്കാൻ പാടില്ല, അങ്ങനെ പ്രഗ്നൻസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തും തെറ്റിദ്ധാരണകളും നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ അൺസയന്റിഫിക് ആയിട്ടുള്ള കുറെ നോയും റെസ്ട്രിക്ഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫേസിൽ കുറെ അനാവശ്യ കൺഫ്യൂഷൻസും ആങ്സൈറ്റിയും ഒക്കെ നിറച്ച് നമ്മളും ചുറ്റുമുള്ളവരും ഇതൊരു ബുദ്ധിമുട്ടുള്ള സമയമാക്കിയിട്ട് തീർക്കും. അതുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ ചുറ്റുന്നെടുക്കാതെ നമുക്ക് നമ്മുടെ സംശയവും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കാം. പുള്ളിക്കല്ലേ നമ്മുടെ പ്രഗ്നൻസിയും ബോഡിയും മെഡിക്കൽ കണ്ടീഷനും ഒക്കെ ഏറ്റവും നന്നായിട്ട് അറിയാം. അതവിടെ നിൽക്കട്ടെ, കഥയൊക്കെ പറഞ്ഞു വന്നപ്പോക്ക് ഞാൻ ദേ ഇവിടെ ഒരു മഞ്ഞക്കിളി ആയിട്ടുണ്ട്. മഞ്ഞ ഞാൻ പൊതുവെ അധികം ചൂസ് ചെയ്യാത്തൊരു കളറാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പുതുമയുണ്ട്. ഇനി ഈ ഗൗണിന് ചേരുന്ന മാലയും കമ്മലും ഏതാന്നുള്ളത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്നും റെഡിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വേണമല്ലോ. അങ്ങനെ കുറച്ചു നേരത്തെ പരതലിന് ശേഷം ഒരു മാലയും ഒരു കമ്മലും നമ്മൾ കണ്ടുപിടിച്ചു. കുറച്ച് സമയം ബാക്കിയുണ്ട്, ആ മുടിയുടെ അറ്റമൊക്കെ നമുക്കൊന്ന് ചുരുട്ടാട്ടോ. അങ്ങനെ ഇന്ന് ഓൺ ടൈം നമ്മൾ റെഡിയായി. ഇത് സമ്മതിക്കണം കേട്ടോ, വിഷ്ണു എപ്പോഴും ഷൂവിന്റെ ലേസായിട്ട് ഒരു ചെറിയ മൽപ്പിടുത്തത്തിലാ. അതൊക്കെ തീരുമാനാക്കി ദേ വന്നല്ലോ മോൻ. എന്നാ ഇനി സമയം കളയാതെ നമുക്ക് ഇറങ്ങാം. പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ആവാം. കുറച്ച് റെഡിയായിക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്നൊരു സംഭവം തോന്നില്ലേ? അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. എവിടെയാണ് എങ്ങനെയാണ് പരിപാടി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇന്നത്തെ രസം മുഴുവൻ ആ അറിവില്ലായ്മയിലാണ്. ദേ കാറിൽ വന്ന് കയറിയപ്പോ വീണ്ടും ഒരു കത്തും ഒരു പൂവും. എനിക്ക് ബന്ധങ്ങളെക്കാളും പ്രാധാന്യം വ്യക്തികളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിലോട്ട് എന്നെ എത്തിച്ചത് ദേ എന്റെ ചുറ്റുമുള്ള ഈ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ അവര് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തി. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.